നമസ്തേ മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ കമൻറ്റ്സ് ഇതിനകത്ത് രേഖപ്പെടുത്തൂ. ഇന്ന് നമ്മൾ ഗുരുവായൂർ രസക്കാളനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ അതിന് മുമ്പായിട്ട് ഇതിലൊരു ചെറിയൊരു സ്റ്റോറി ഉണ്ട്. അത് ഗുരുവായൂർ അമ്പലത്തിൽ ഞാൻ തൊഴാൻ പോയി. അപ്പോൾ രാത്രി തിരിച്ചു വരുന്ന സമയത്ത് അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്നൊരു പ്ലാൻ ഉണ്ടായി. അപ്പം ഫുഡ് കഴിക്കാൻ ക്യൂ ഒക്കെ തന്നു. എനിക്ക് മൈൻഡിൽ ഹോട്ടലിൽ നിന്ന് കഴിക്കാനായിരുന്നു പ്ലാൻ ഉണ്ടായത്. വളരെ ടയേർഡായിരുന്നു. അപ്പോൾ കഴിക്കാനിരുന്നപ്പം അപ്പുറത്തെ പന്തിയിലൊക്കെ ഇങ്ങനെ ചോറ് വിളമ്പുന്ന കണ്ടപ്പം എനിക്ക് ആകെ ഡിസപ്പോയിൻ്റായി. ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഒരു ചോറും ഒരു മഞ്ഞ കളറുള്ള കറിയുമാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ കുറച്ച് ചോറ് മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കഴിച്ചു കഴിഞ്ഞപ്പോൾ സൂപ്പറായിരുന്നു. അപ്പോൾ ലോങ് സ്റ്റോറി ഷോർട്ട് ഗൈസ്, കുമ്പളങ്ങയും മത്തങ്ങയും ഒരേ അളവിലെടുത്ത് കനം കുറച്ചരിഞ്ഞിട്ട് ഒരു ചട്ടിയിൽ അതിന് നികയ്ക്ക് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെക്കണം. അതിലേക്ക് ചതച്ച വറ്റൽമുളക്, പിന്നെ നമ്മുടെ കുരുമുളക് ചെറുതായിട്ട് ചതച്ചത് മതി. പിന്നെ അതിലേക്ക് കുറച്ച് ശർക്കര ചേർക്കണം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർക്കണം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കണേ. ഉലുവ വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ചതയ്ക്കാം. പിന്നെ ഒരു 2-3 പച്ചമുളക് കീറിയിട്ട് അതും കൂടി ചേർക്കാം. അത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. കറി ഒന്ന് ചൂടായി വരുമ്പം അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളയ്ക്കാൻ വെക്കണം. ഒന്ന് തിളച്ച് വരുമ്പം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ചുവന്ന മുളക് ചേർക്കാവുന്നതാണ്. കാശ്മീരി മുളകായാലും മതി. ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. ഒരു അരമുറി തേങ്ങ, അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു 4 ചുവന്നുള്ളി, അത് ഓപ്ഷണലാണ്, ഒരു പച്ചമുളക്, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, ഇത്രയാണ് ചേർത്തിരിക്കുന്നത്. നന്നായിട്ട് മഷി പോലെ അരയ്ക്കാം. കറി വെന്ത് കഴിഞ്ഞ് അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് അതിൻ്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ തൈര് ചേർക്കുന്നതുകൊണ്ട് നമ്മൾ തൈരും കൂടെ ചേർത്തിട്ട് ആവശ്യമുള്ള വെള്ളം ചേർത്താൽ മതി. ചെറുതായിട്ട് തിള വന്ന് തുടങ്ങുമ്പോൾ നമ്മളൊന്ന് തീ കുറച്ച് വയ്ക്കുക. കുറച്ച് നന്നായിട്ട് തൈര് കട്ടയില്ലാതെ അതിനകത്ത് ചേർക്കുക. കുറച്ച് പുളിയുള്ള തൈരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരുപാട് പുളി വേണ്ട. ഒരു നമ്മുടെ ശർക്കരയൊക്കെ ഇട്ട് അതിനെ ബാലൻസ് ചെയ്യാൻ ആവശ്യമായുള്ളൊരു പുളി വേണം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസിയിൽ നമ്മൾ വെള്ളം ചേർക്കണമെങ്കിൽ കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമ്മളിത് ഒന്ന് ചൂടാക്കിയെടുക്കണം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ അധിക നേരം നമ്മൾ തിളപ്പിക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് പുക വന്ന് കഴിയുമ്പോഴേക്കും നമ്മളിത് സ്റ്റൗ ഓഫ് ചെയ്യണം. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. വെളിച്ചെണ്ണയിലോ ബട്ടറിലോ കടുക് പൊട്ടിക്കാം. ആവശ്യത്തിന് കടുകിട്ട് അതിനകത്തേക്ക് ചതച്ച മുളക്, കറിവേപ്പില, വറ്റൽമുളക്, പിന്നെ കുറച്ച് കുരുമുളക്, ഇത്രയുമാണ് കടുക് പൊട്ടിക്കാൻ വേണ്ടത്. അപ്പോൾ അമ്മ പറഞ്ഞു തന്ന ചെറിയൊരു ടിപ്പുണ്ട്. നിങ്ങൾക്കല്ലെങ്കിൽ അറിയുമെന്ന് എനിക്കറിയില്ല. കടുക് പൊട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം മൂടി വയ്ക്കണം. അപ്പോഴാ ഫ്ലേവേഴ്സൊക്കെ അതിനകത്ത് നന്നായിട്ട് ഇൻഫ്യൂസായി നല്ല ഒരു തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് കാണും. അപ്പം നമ്മുടെ ഗുരുവായൂർ രസക്കാലം റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. പിന്നെ ഒരു എന്താ പറയുക, നല്ലൊരു മൈൽഡ് ഫ്ലേവറായിട്ടുള്ള ഒരു കറിയാണ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.